അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഓരോ ചലനവും ഒരു ത്രില്ലർ സിനിമയെ വെല്ലുന്ന രീതിയിലാണ് മുന്നോട്ടു പോകുന്നത്. ഇറാന്റെ പക്കൽ ആണവായുധമുണ്ടോ എന്ന ചോദ്യം ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരിക്കെ അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ട പുതിയ വിവരങ്ങൾ ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ലോകം ഒരു യുദ്ധത്തിന്റെ വക്കിലാണോ എന്ന് ഭയന്നിടത്ത് നിന്ന് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നയതന്ത്ര ചർച്ചകളിലേക്ക് വഴിമാറുകയാണ്. പശ്ചിമേഷ്യയുടെ ഭാഗതയും നിശ്ചയിക്കാൻ പോകുന്ന ആ നിർണായക നിമിഷങ്ങളെക്കുറിച്ച് പുറത്തുവരുന്ന ഓരോ വിവരവും ആകാംക്ഷയുടെ മുനമ്പിൽ നിർത്തുന്നതാണ്. ശത്രുതയുടെ കനലുകൾക്കിടയിൽ നിന്ന് സമാധാനത്തിന്റെ ഒരു നേർത്ത വെളിച്ചം വരുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ഈ കളിയുടെ പുതിയ നീക്കങ്ങൾ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം. ഇറാൻ ഒരു കരാറിനായി അതിയായി ആഗ്രഹിക്കുന്നുണ്ടെന്നും സമാധാന ചർച്ചകളുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്നുമാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. ഇതിനു മുമ്പും ഉപരോധങ്ങളും ഭീഷണികളുമായി ഇറാനെ സമ്മർദ്ദത്തിലാക്കിയ ട്രംപിന്റെ തന്ത്രങ്ങൾ ഫലം കാണുന്നുവെന്ന സൂചനയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഇറാനിലെ ആഭ്യന്തര സാഹചര്യം അത്ര സുഖകരമല്ലെന്നും ഉപരോധങ്ങൾ കാരണം തകർന്ന സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ അവർക്ക് അമേരിക്കയുമായി ഒരു കരാറിൽ എത്തിയേ മതിയാകൂവെന്നും ട്രംപ് വിശ്വസിക്കുന്നു. ഇതിനായി ഇസ്ലാമാബാദിൽ നടന്ന പ്രാഥമിക ചർച്ചകൾക്ക് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണെന്നാണ് ഒരു വശത്ത് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ഇറാന്റെ നിലപാടുകളിൽ വന്നിരിക്കുന്ന ഈ മാറ്റം ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത്ഭുതമാണ്. തങ്ങൾ ആർക്കും വഴങ്ങില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഇറാൻ ഇപ്പോൾ ചർച്ചകൾക്ക് തയ്യാറാകുന്നത് അവർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. ഇന്ധന വിപണിയിലെ തകർച്ചയും അന്താരാഷ്ട്ര തലത്തിൽ നേരിടുന്ന ഒറ്റപ്പെടലും ഇറാനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ ട്രംപ് അത്ര പെട്ടെന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന് ആരും കരുതുന്നില്ല. ആണവ പദ്ധതികൾ പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നും മിസൈൽ പരീക്ഷണങ്ങൾ നിർത്തണമെന്നുമുള്ള കടുത്ത നിബന്ധനകളാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. ഇത് അംഗീകരിക്കുക എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പരമാധികാരം അടിയറവ് വെക്കുന്നതിന് തുല്യമാണ്. രണ്ടാം ഘട്ട ചർച്ചകൾക്ക് മുന്നോടിയായി അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ കരുനീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. JD വാൻസിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾ ഫലം കണ്ടില്ലെന്ന് ഒരു വശത്ത് വാർത്തകൾ വരുമ്പോഴും മറുഭാഗത്ത് ചർച്ചകൾക്കുള്ള സാധ്യതകൾ സജീവമാണ്. ട്രംപിന്റെ വിദേശ നയം എപ്പോഴും പ്രവചനാതീതമാണ്. ഇന്ന് ശത്രുവായി കാണുന്നവരോട് നാളെ സമാധാനത്തിന്റെ ഭാഷയിൽ സംസാരിക്കാനും ഇന്ന് മിത്രങ്ങളായി കാണുന്നവരോട് നാളെ കടുപ്പിക്കാനും ട്രംപിന് ഒരു മടിയുമില്ല. ഇറാന്റെ കാര്യത്തിലും ഇതേ ശൈലിയാണ് അദ്ദേഹം പിന്തുടരുന്നത്. ഇറാൻ ഒരു കരാറിന് തയ്യാറാണെന്ന് ട്രംപ് പറയുമ്പോൾ അത് ഇറാന് മേലുള്ള തന്റെ ആധിപത്യം തെളിയിക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം കൂടിയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അന്താരാഷ്ട്ര എണ്ണ വിപണിയെയും ഈ ചർച്ചകൾ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു കരാറിലെത്തിയാൽ അത് ആഗോള ഇന്ധന വിലയിൽ വലിയ കുറവുണ്ടാക്കാൻ സഹായിക്കും. എന്നാൽ ചർച്ചകൾ പരാജയപ്പെട്ടാൽ അത് ലോകത്തെ വൻ സാമ്പത്തിക തകർച്ചയിലേക്ക് നയിക്കുമെന്നും ഉറപ്പാണ്. ഇറാൻ പാർലമെന്റ് സ്പീക്കർ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ വിലയേക്കാൾ 4 ഇരട്ടി വർധനവ് ഇന്ധനവിലയിൽ ഉണ്ടായേക്കാം. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ നയതന്ത്ര നീക്കങ്ങളെ വളരെ ജാഗ്രതയോടെ നോക്കിക്കാണുന്നത്. ഇന്ത്യയുടെ ഇന്ധന ഇറക്കുമതിയുടെ വലിയൊരു ഭാഗം പശ്ചിമേഷ്യയെ ആശ്രയിച്ചായതുകൊണ്ട് തന്നെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുക എന്നത് നമ്മുടെയും ആവശ്യമാണ്. ചൈനയുടെയും റഷ്യയുടെയും സാന്നിധ്യം ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട് എന്നത് പറയാതെ വയ്യ. ഇറാനെ പിന്തുണയ്ക്കുന്ന ഈ വൻ ശക്തികൾ ട്രംപിന്റെ നീക്കങ്ങളെ എങ്ങനെ പ്രതിരോധിക്കുമെന്നത് കണ്ടറിയണം. ചൈനീസ് ആയുധ കപ്പലുകൾ ഇറാനിയൻ തീരത്ത് നങ്കൂരമിടുമ്പോൾ ട്രംപ് നടത്തുന്ന ഓരോ പ്രസ്താവനയും വളരെ കരുതലോടെയാണ്. ഇറാൻ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും അമേരിക്കൻ സൈനിക വിന്യാസം ഹോർമൂസ് കടലിടുക്കിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും മറുവശത്ത് യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്ന ട്രംപിന്റെ ഈ ഇരട്ടത്താപ്പ് അന്താരാഷ്ട്ര സമൂഹത്തെ വലിയ ആശയക്കുഴപ്പത്തിലാണ് ആഴ്ത്തുന്നത്. പോപ്പ് ഉൾപ്പെടെയുള്ള ആത്മീയ നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടാൻ ശ്രമിച്ചെങ്കിലും ട്രംപ് അതിനെ പുച്ഛിച്ച് തള്ളുകയായിരുന്നു. വിദേശ നയങ്ങളിൽ ആരുടെയും ഉപദേശം തനിക്ക് ആവശ്യമില്ലെന്ന് പ്രഖ്യാപിച്ച ട്രംപ് തന്റെ നയങ്ങളിലൂടെ മാത്രമേ സമാധാനം കൊണ്ടുവരാൻ കഴിയൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. സമാധാനത്തിന് സന്നദ്ധരാണെന്ന് ഇറാൻ ആവർത്തിക്കുമ്പോഴും ട്രംപിന്റെ കടുത്ത നിബന്ധനകൾ അവർക്ക് വലിയൊരു വെല്ലുവിളിയാണ്. ചർച്ചകളിൽ നിന്ന് ഒരടി പിന്നോട്ടു പോകുന്നത് ട്രംപിന്റെ വ്യക്തിത്വത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് തന്നെ ഇറാൻ പൂർണ്ണമായും വഴങ്ങുന്നതുവരെ താൻ പിന്മാറില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വാശി ലോകത്തെ എവിടെ എത്തിക്കുമെന്നത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ ഈ സമാധാന ശ്രമങ്ങൾ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലിരുന്നുള്ള കളിയാണ്. ഇറാൻ ശരിക്കും സമാധാനം ആഗ്രഹിക്കുന്നുണ്ടോ അതോ സമയം നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രമാണോ ഇതെന്നും ലോകം സംശയിക്കുന്നുമുണ്ട്.
ട്രംപിന്റെ ഓരോ വാക്കും ഇറാന്റെ ശ്വാസം മുട്ടിക്കുന്നതാണ്. രണ്ടാം ഘട്ട ചർച്ചകൾ തുടങ്ങുന്നതോടെ ഇതിന്റെ സത്യാവസ്ഥ കൂടുതൽ വ്യക്തമാവും. ലോകത്തിന്റെ സമാധാനത്തിനായി ഈ ചർച്ചകൾ വിജയകരമാവട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഡൊണാൾഡ് ട്രംപ് എന്ന ഭരണാധികാരിയുടെ കൈകളിലാണ് ഇനി ലോകത്തിന്റെ ഗതി. ഈ രാഷ്ട്രീയ ചതുരംഗക്കളത്തിൽ ഇനിയുള്ള കരുനീക്കങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.